ഇങ്ങനെ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ഭയങ്കരമായിട്ടൊരു മടി പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. സംശയമല്ല, സത്യമാണ്. എനിക്ക് ആ പണ്ടത്തെ മീൻസ് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പം ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇടക്കിടക്ക് ഫുഡൊക്കെ കഴിക്കും, പിന്നെ ഇടക്കിടക്ക് മടി പിടിക്കും. നടക്കാൻ പോകാനാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വന്ന് നമുക്ക് നടക്കാൻ പോകാൻ പറ്റാറില്ല. പിന്നെ ആണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് മടിയൊക്കെ വരും കേട്ടോ. അപ്പം ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാറും കഫക്കെട്ട് ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പും കാര്യങ്ങളായിരുന്നു. പിന്നെ കഞ്ഞിയും പയറും കൂടെ ആയിരുന്നപ്പോഴത്തേക്കും കൊച്ചിന് മനിയായിരുന്നു. അപ്പം അതുകൊണ്ട് കഞ്ഞിയും പയറുമായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചു. പിന്നെ 2-3 നേരം അതും കൊണ്ട് കഴിച്ചത്, 2 നേരം അതാണ് കഴിച്ചത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പനിയൊക്കെ എന്തെങ്കിലും വന്നാൽ കട്ടൻ ചായ കുടിക്കണം, കാരണം ചൂടോടെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോരോ മുട്ടുനടുക്ക് ന്യായങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായിട്ട് കൊളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തരുടെ ബർത്ത്ഡേ, എൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതപ്പം മധുരം കഴിച്ചു. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരുമാതിരി വേഷം കെട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും കറക്റ്റായിട്ട് പോകണം. അത്യാവശ്യം വണ്ണം കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അല്ലെങ്കിലും ഉള്ളതായി അഹങ്കാരം. ഞാൻ അത്യാവശ്യം കുറഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞല്ലോ എന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു അഹങ്കാരം, കുറഞ്ഞല്ലോ എന്ന്. അപ്പം എനിക്ക് ഇച്ചിരി മടി പിടിച്ചു തുടങ്ങും. അതാണ് ഇപ്പം സംഭവിച്ചേക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. പണ്ട് ഞാൻ ഇതുപോലെ ഡയറ്റ് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് അന്നൊരാവശ്യം വണ്ണം വെച്ചായിരുന്നു. അപ്പം ഇതുപോലെ ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച സമയത്ത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അഹങ്കാരം വന്ന് അത്യാവശ്യം ഫുഡ് അടിച്ചിട്ട് പിന്നെ പണ്ടത്ര വണ്ണം വെച്ചില്ലെങ്കിലും അത്യാവശ്യം വണ്ണം വെച്ചായിരുന്നു. അത് കാരണം ഞാൻ അതിൻ്റെ ഡയറ്റിലോട്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം വീണ്ടും സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊക്കെ പോണേന്ന്. അപ്പോൾ ഈ കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ശരി ഇങ്ങനെ പറയും. അപ്പോൾ ഒരു അഹങ്കാരം നമുക്ക് ഉള്ളിൽ വരുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ട് മടി പിടിക്കും. അതാണ് സംഭവം. അത് ശരിയാക്കി എടുക്കും. ഏപ്രിലും എൻ്റെ ഐഡിയ വെയിറ്റ് എത്തിക്കണം. ആനേ സാധിക്കുമോ എന്തരോ. എന്നെങ്കിലും ആട്ടെ, എന്തായാലും എത്തിക്കും. ഇന്നെൻ്റെ പിറന്നാളായിരുന്നു പറഞ്ഞാൽ അമ്പലത്തിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ, ഇത്രയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ വിശേഷങ്ങൾ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഗെയിനൊന്നും ചെയ്യുന്നില്ല. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അത് മതി. തൽക്കാലം ഗെയിൻ ചെയ്യാണ്ടെങ്കിലും ഇരിക്കട്ടെ. എന്നാലും ഐഡിയ വെയിറ്റ് എത്തണം, അതിൻ്റെ ലക്ഷ്യമാണ്. എത്തിക്കണം നമുക്ക്. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒക്കെ ആയിട്ട് ഇടണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ തടിച്ച് പൊട്ടിച്ചേക്കണം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കുറ്റവും പറയണം. എല്ലാ കാര്യങ്ങളും വേണം, എന്നാലും നമുക്കത് കുറ്റമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ചുമ്മാ ചൊറിയാനല്ല കേട്ടോ. അത്യാവശ്യം കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം. എനിക്കത് കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തായിരിക്കും. അല്ലാണ്ട് ഞാൻ വലിയ അഹങ്കാരം ഒന്നും കാണിക്കത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് അഹങ്കാരമുള്ളൂ. എന്നാലും ബാക്കി ആരുടെയും കാര്യത്തിൽ എനിക്ക് അഹങ്കാരം ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ കുറഞ്ഞ് അല്ലെങ്കിൽ ഭംഗി വെച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരം വരത്തില്ലേ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ അഹങ്കാരമൊന്നും ഇല്ലേ. അങ്ങനെ ഇതാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്. വീണ്ടും കാണാം.